ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 15-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. ശ്ലോകം നമ്പർ 9. യത്തേജസാ നൃപശിരോഘ്രിമഹന്മഖാർത്ഥം ആര്യോനുജസ്തവ ഗജായുധസത്വവീര്യ തേനാഹൃത പ്രമഥനാഥമഖായ ഭൂപാഃ യന്മോചിതാസ്തദനയൻ ബലിമധ്വരേതേ. യൽ തേജസാ നൃപശിര അഘ്രിം അഹൻ മഖാ അർത്ഥേ ആര്യ അനുജ തവ ഗജ ആയുധ സത്വവീര്യഃ തേന ആഹൃത പ്രമഥനാഥ മഖായ ഭൂപാഃ യത് മോചിതാഃ തദ് അനയൻ ബലിം അധ്വരേ തേ. ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരേ ഒരു കരുണ കൊണ്ട് മാത്രമാണ് ജരാസന്ധനെ വധിക്കാൻ സാധിച്ചത്. രാജസൂയ മഹായജ്ഞത്തിന് ദിഗ്വിജയം ചെയ്യുന്ന സമയത്ത് മഗധ രാജാവായിട്ടുള്ള ജരാസന്ധനെ മാത്രം കീഴടങ്ങാൻ തയ്യാറായില്ല. ഭഗവാനും അർജുനനും ഭീമസേനനും ബ്രാഹ്മണ വേഷം ധരിച്ച് ഈ അതിഥി സൽക്കാര വേളയിൽ ജരാസന്ധൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നു. ജരാസന്ധൻ എങ്ങനെയുള്ള ആളായിരുന്നു? തൻ്റെ എന്തെന്നില്ലാത്ത പ്രഭാവം കൊണ്ട് സകല രാജാക്കന്മാരെയും കീഴടക്കിയിട്ടുള്ള ആളായിരുന്നു ജരാസന്ധൻ. അത്രയും
പവർഫുള്ളായ രാജാവായിരുന്നു ജരാസന്ധൻ. അവരെ മുഴുവൻ ജരാസന്ധൻ താൻ കീഴടക്കിയ രാജാക്കന്മാർ 20,800 പേരെ അതായത് കാലഭൈരവന് ബലി കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന് അവരൊക്കെ ജയിലിലടച്ചതായിരുന്നു. അപ്പോൾ ഈ രാജാക്കന്മാരെല്ലാവരും അവർ വളരെ ദയനീയമായിട്ട് ഭാവത്തോടു കൂടെ ഒരു ഭഗവാന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ച് അവരെ രക്ഷിക്കണമെന്ന് ശരണാഗതി പ്രാപിച്ചു എന്നാണ്. അതിനനുസരിച്ചിട്ടാണ് ഭഗവാൻ ഭീമസേനോടും അർജുനനോടും കൂടിയിട്ട് ജരാസന്ധൻ്റെ രാജധാനിയിലെത്തിയത് എന്നാണ്. അപ്പോൾ 27 ദിവസം യുദ്ധം ചെയ്തു ഭീമസേനനും ജരാസന്ധനും തമ്മിൽ. പക്ഷേ ജരാസന്ധനെ വധിക്കാൻ ഭീമസേനന് സാധിച്ചില്ല. ഭീമസേനൻ വല്ലാതെ തളർന്നു പോയി. ആ സമയത്ത് ഭഗവാൻ ഭീമസേനനെ അനുഗ്രഹിച്ചു. തൻ്റെ നരസിംഹമൂർത്തിയുടെ എല്ലാ വിധത്തിലുള്ള ശക്തികളും കൊടുത്ത് ഭീമസേനനെ ഭഗവാൻ അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ജരാസന്ധനെ വധിക്കാൻ സാധിച്ചത്. ആ രാജാക്കന്മാർ മുഴുവൻ ഭഗവാനെ ഭഗവാന്റെ മഹാഭക്തന്മാരാണ്. അപ്പോൾ അവരെല്ലാവരും യുധിഷ്ഠിര മഹാരാജാവിന് അവരുടേതായിട്ടുള്ള സമർപ്പണം നികുതി സമർപ്പിച്ചു. എത്ര രാജാക്കന്മാർ. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ കരുണ കൊണ്ടാണ് എന്ന് അർജുനൻ ഓർക്കുകയാണ് എന്നാണ്. പിന്നെ 41-ാമത്തെ ശ്ലോകം. പത്ന്യാസ്തവാധിമഖക്ലുപ്തമഹാഭിഷേകശ്ലാഘിഷ്ടചാരുകബരം കിതവൈ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോഃ പതിതാശ്രുമുഖ്യാഃ യസ്തൽ സ്ത്രിയോ കൃതഹദേശവിമുക്തകേശാഃ പത്ന്യാഃ തവ അധിമഖ ക്ലുപ്ത മഹാഭിഷേക ശ്ലാഘിഷ്ട ചാരു കബരം കിതവൈഃ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോഃ പതിതാ അശ്രുമുഖ്യാഃ യൽ തൽ ത്രിയഃ അകൃത ഹത ഈശ വിമുക്ത കേശാഃ. അർജുനൻ ഓർമ്മിക്കുകയാണ്. രാജസൂയ മഹാനുഷ്ഠാനത്തിൻ്റെ സമയത്ത് പാഞ്ചാലിയെ അഭിഷേകം ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ അത്രയും പവിത്രമായിട്ടുള്ള ആ പാഞ്ചാലിയുടെ കേശഭാരം, തലമുടി, അതിനെ പിടിച്ചു വലിച്ച് ഇഴച്ചു കൊണ്ടുവന്ന് സ്പർശിച്ച് അതിനെ പിടിച്ചു വലിച്ച് ഇഴച്ചു കൊണ്ടുവന്നു ഈ സഭയിൽ, അതായത് ചൂത് കളിക്കുന്ന സഭയിലേക്ക് ദുശാസനൻ വലിച്ചു കൊണ്ടുവന്നു. കാരണം പാഞ്ചാലിയെ കൂടി പണയം വെച്ചു യുധിഷ്ഠിര മഹാരാജാവ്. അപ്പോൾ പിടിച്ച് വലിച്ച് ഇഴച്ചു കൊണ്ടുവന്നു. ആ സമയത്ത് പാഞ്ചാലി തൻ്റെ ആർക്കും തൻ്റെ ഭർത്താക്കന്മാർക്ക് തന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പാഞ്ചാലിക്ക് മനസ്സിലായി. അവരൊക്കെ പണയത്തിലായി നിൽക്കുകയാണ്. ആർക്കും രക്ഷിക്കാനുള്ള കഴിവില്ല. പാഞ്ചാലി 2 കൈകളും ഉയർത്തിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കരഞ്ഞുകൊണ്ട് ശരണം പ്രാപിച്ചു. ആ ശരണം പ്രാപിച്ചതിൻ്റെ ഫലമായിട്ട് പാഞ്ചാലിക്ക് എണ്ണിയാലൊടുങ്ങാത്ത അളവുള്ള വസ്ത്രങ്ങൾ കൊടുത്തിട്ട്, എന്തിന് ഈ വസ്ത്രങ്ങൾ അഴിച്ച് ദുശാസനൻ ക്ഷീണിച്ച് തളർന്നു വീണു എന്നല്ലാതെ പാഞ്ചാലിയുടെ ശരീരത്തിൽ നിന്നും ഒരു ചുറ്റുപോലും വസ്ത്രം അഴിച്ചു മാറ്റാൻ, പാഞ്ചാലിയെ ദിഗംബരയാക്കിയിട്ട് കാണാനായിട്ട്, വിവസ്ത്രയായിട്ട് കാണാൻ സാധിച്ചില്ല അവർക്ക്. ഭഗവാൻ അതിനുള്ള അവസരം കൊടുത്തില്ല. എന്തിന്? പാഞ്ചാലിയുടെ, അതായത് പതിവ്രതയായിട്ടുള്ള പാഞ്ചാലിയുടെ തലമുടി തൊട്ടു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഈ കൗരവന്മാരുടെ അവർ മുഴുവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് അവരുടെ പത്നിമാർ മുഴുവൻ അഴിഞ്ഞ മുടിക്കെട്ടോട് കൂടിയിട്ട്, പിന്നെ മംഗല്യസൂത്രം നഷ്ടപ്പെട്ട് ദുഃഖിക്കാനുള്ള അവസരം ഉണ്ടായി എന്നാണ് പറയണത്. അവരെല്ലാവരും ദുഃഖിച്ചു. കാരണം എന്താ? പാഞ്ചാലിയുടെ തലമുടി തൊട്ടു എന്നുള്ള കാരണം കൊണ്ട്. ഭഗവാൻ എന്താണോ, ഭഗവാൻ അറിയാം വേണ്ട സമയത്ത് വേണ്ട ശിക്ഷ ഒരാൾക്ക് കൊടുക്കാൻ, അനുഗ്രഹം കൊടുക്കാൻ ഭഗവാൻ അറിയാം, ശിക്ഷ കൊടുക്കാൻ ഭഗവാൻ അറിയാം. ഇത് ഭഗവാന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്
ഈ പാഞ്ചാലിക്ക് രക്ഷപ്പെടാൻ സാധിച്ചതും കൗരവന്മാർ ആയിട്ടുള്ള യുദ്ധത്തിൽ ഇവരൊക്കെ വധിച്ചിട്ട് വിജയം വരിക്കാൻ സാധിച്ചും എന്ന് അർജുനൻ ഓർമ്മിക്കുന്നു. ഒരു മഹാത്മാവിനെ ഭഗവാൻ ഒരു പക്ഷേ തന്നെ അപമാനിച്ചാൽ ഭഗവാൻ അത് സഹിക്കും. പക്ഷേ ഭഗവാന്റെ ഭക്തനെ അപമാനിച്ചാൽ ഭഗവാൻ ഒരിക്കലും അത് സഹിക്കും. നമ്മയമൽ ഭക്തദ്രോഹം എന്നാണ് പറയണത്. ഹിരണ്യകശിപുവിന് എന്തേ മരണം വരിക്കേണ്ടതായിട്ട് വന്നത്? ഭഗവാനെ നിഷേധിച്ചു, ദേവന്മാരെ നിഷേധിച്ചു, എല്ലാവരെയും തൻ്റെ വരച്ച വരയിൽ നിർത്തി. പക്ഷേ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ ദ്രോഹിച്ചത്, അത് പ്രഹ്ലാദനെ കൊല്ലാൻ പുറപ്പെട്ട സമയത്താണ് ഭഗവാൻ പറഞ്ഞു, നമ്മൾ ഭക്തദ്രോഹം, ഞാൻ ഭക്തദ്രോഹം സഹിക്കില്ല, ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഒരു മഹാത്മാവിനെ അപമാനിക്കുക വഴിയാണ് എല്ലാ സത്പ്രവൃത്തികളുടെയും ഫലവും ആശീർവാദവും ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള തത്വം കൂടി ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത ശ്ലോകം 11. യോ നോ ജുഗുവനമേത്യദുരന്തകൃശ്രാ ദുർവാസസോരിരചിതാൽ അയുധാഗ്രഭുകിയ ശാകാനശിഷ്ടം ഉപഭുജ്യതസ്ത്രിലോക്യം തൃപ്താമംസ്തസലിലേ വിനിമഗ്നസംഘാം. യോ നോ ജുഗോപവനമേത്യദുരന്തകൃശ്രാത് ദുർവാസസോരിരചിതാത് അയുധാഗ്രഭുകിയാം ശാകാനശിഷ്ടമുപഭുജ്യതസ്ത്രിലോക്യം തൃപ്താമംസ്തസലിലേ വിനിമഗ്നസംഘ യഃ ന ജുഗോപ വനം ഏത്യ ദുരന്തകൃച്ഛ്രാത് ദുർവാസസഃ അരിരചിതാത് അയുധ അഗ്രഭുക് ച ശാകാ അന്നശിഷ്ടം ഉപഭുജ്യ യതഃ ത്രിലോകീം തൃപ്താം അമംസ്ത സലിലേ വിനിമഗ്ന സംഘഃ. അതായത് വനവാസത്തിൻ്റെ സമയത്ത് 12 വർഷമാണ് വനവാസം ഉണ്ടായത്. ചൂതുകളിക്ക് ശേഷം ധർമാത്മാക്കളാണ് പാണ്ഡവന്മാർ. 12 വർഷം വനവാസം. ആ സമയത്ത് ദുർവാസാവിൻ്റെ ശാപത്തിൽ പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ദുര്യോധനാദികൾ പാഞ്ചാലിയുടെ ആഹാരവും കൂടി കഴിഞ്ഞ സമയത്ത് ദുർവാസാവിനെയും ശിഷ്യന്മാരെയും പാണ്ഡവന്മാരുടെ അടുത്തേക്ക് കുശലാന്വേഷണം എന്നുള്ള പേരിൽ അയക്കുന്നത് എന്നാണ്. അപ്പോൾ 10,000 ശിഷ്യഗണങ്ങളോടുകൂടി ആഗതനായിട്ടുള്ള ദുർവാസ മഹർഷിയെ കണ്ട സമയത്ത് അത്യന്തം ആപൽക്കരമായിട്ടുള്ള ഘട്ടമാണിത്. കാരണം ദുർവാസ മഹർഷി മഹാദേവൻ്റെ അവതാരമാണ് അംശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ദുർവാസാവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോപിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ നല്ല കാര്യത്തിനായിട്ട് മാറും. ഇപ്പോൾ ദുർവാസാവിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ദുർവാസാവ് ശപിക്കും, പാണ്ഡവന്മാരെ മുഴുവൻ ശപിക്കും. എങ്ങനെ രക്ഷപ്പെടും ശാപത്തുനിന്ന് എന്ന് പരിഭ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ ആരോ വിളിച്ചു വരുത്തിയതുപോലെ എൻ്റെ ഭഗവാനെ കൃഷ്ണ എന്ന് പാഞ്ചാലി ദ്രൗപദി സ്മരിക്കുമ്പോൾ തന്നെ ഭഗവാൻ അവിടെ എത്തിച്ചേർന്നു. ഭഗവാൻ വിശന്നുകൊണ്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത്. വിശന്നുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു പാഞ്ചാലി വിശന്നിട്ട് വയ്യ വല്ലതും തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ചെല്ലണത്. ഇത് കണ്ട സമയത്ത് പാഞ്ചാലി പറഞ്ഞു, ഇവിടെ ദുർവാസാവും മഹർഷിയും പിന്നെ 14 ശിഷ്യന്മാരും കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ്, വരുമ്പോഴേക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയില്ല, അതാണ് ഞാൻ ഭഗവാനെ വിളിച്ചത് എന്നുള്ളത് പാഞ്ചാലി പറയുന്നു. ദ്രൗപദി പറയുന്നു. ഭഗവാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല, നോക്കൂ, ഒന്നുമില്ല എന്ന് പാഞ്ചാലി. എങ്ങനെയെങ്കിലും നോക്കൂ പാഞ്ചാലി, അക്ഷയപാത്രം കൊണ്ടുവരുമെന്ന് പറയുന്നു. അക്ഷയപാത്രം കൊണ്ടുവന്ന് അതിൽ നോക്കുന്ന സമയത്ത് ഭഗവാൻ കണ്ടുപിടിച്ചു എന്ത്? പാത്രത്തിൻ്റെ അറ്റത്തൊരു ചീരയുടെ ഇലയുടെ കഷ്ണം, ശാഖ അന്നശിഷ്ടം. അവർ ഈ പാണ്ഡവ എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി ഉച്ഛിഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഭഗവാൻ കയ്യിലെടുത്തു, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് അത് ഭഗവാൻ അമൃത് ചെയ്തു എന്നാണ്. അത് കഴിച്ചതോട് കൂടിയിട്ട് ഭഗവാൻ ആ കഴിക്കുന്ന സമയത്ത് ഭഗവാൻ സങ്കല്പിച്ചത് എന്താണ്? ആ നദിയിൽ സ്നാനത്തിനായിട്ട് പോയിട്ടുള്ള ദുർവാസാവിനും ദുർവാസാവിൻ്റെ അനുചരന്മാരായിട്ട് ശിഷ്യന്മാർക്കും തൃപ്തിയാവട്ടെ, വയറ് നിറയട്ടെ സങ്കല്പിച്ചു. അങ്ങനെ ഭഗവാന്റെ
ഭഗവാനിലാണ് ലോകങ്ങളെല്ലാം ലയിച്ചു കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദുർവാസാവിനും അതേപോലെ ശിഷ്യന്മാർക്കും ആ വെള്ളത്തിൽ മുങ്ങിയതോടുകൂടി വലിയൊരു സദ്യ കഴിച്ചിട്ടുള്ള പ്രതീതി ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒരു തുള്ളി വെള്ളം പോലും പിന്നെ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു. അപ്പോൾ ദുർവാസാവ് പിന്നെ തിരിഞ്ഞു നോക്കാതെ ശിഷ്യന്മാരോട് കൂടിയിട്ട് പോയി അവിടുന്ന് യാത്ര തിരിച്ചു എന്നാണ്. എന്തിന്? ഇവർക്ക് പാണ്ഡവന്മാർക്ക് വന്നിട്ടുള്ള ആപത്തുകൾ അവരറിയാതെ തന്നെ ഭഗവാൻ തട്ടിക്കളഞ്ഞുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അർജുനൻ ഈ കഥകളൊക്കെ ഓർമ്മിക്കുന്നു. വളരെ നന്ദിയോടുകൂടി, വിനയത്തോടും നന്ദിയോടും കൂടിയിട്ട് അർജുനൻ ഈ കഥകളൊക്കെ ഓർമ്മിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഥകളൊക്കെ നമ്മൾ സ്മരിക്കുന്ന സമയത്തോ നമ്മളുടെ മനസ്സ് ഭക്തന്മാരോട് ഭഗവാൻ ചെയ്തിട്ടുള്ള വാത്സല്യത്തിൻ്റെ കഥകളാണ്. അപ്പോൾ നമ്മളുടെ മനസ്സും പരിശുദ്ധമായിട്ട് തീരും എന്നാണ്. പല വിധത്തിലുള്ള ആ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഏക ആശ്വാസം എന്താണ്? ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള നാമങ്ങളും കഥകളും. അതിനെ ആശ്രയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പാണ്ഡവന്മാരെ രക്ഷിച്ചതുപോലെ നമ്മൾക്കും രക്ഷ കിട്ടാതിരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാനെ മഹായോഗി, അതാ യോഗികളിൽ മഹായോഗി ആരാ? ഭഗവാനാണ്. യോഗേശ്വരേശ്വരൻ എന്ന് ഭഗവാനെ ഉദ്ധവൻ പറയുന്നു. യോഗേശ്വരേശ്വരോ ജഗാത സപ്രേമ മനോഹര സ്മിത. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ 29ാമത്തെ അധ്യായത്തിൽ ഉദ്ധവൻ പറയുന്നുണ്ട് ഭഗവാനോട്. ഭഗവാനെ അവിടെ എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ജഗാത, അതായത് യോഗേശ്വരേശ്വരോ, യോഗേശ്വരന്മാരുടെ ഈശ്വരൻ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ജഗാത സപ്രേമ മനോഹര സ്മിത. പ്രേമത്തോടു കൂടി ഉദ്ധവനോട് സംസാരിക്കുന്നത് യോഗേശ്വരേശ്വരൻ എന്നവിടെ ഭഗവാനെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ എന്താണ്? ഭഗവാന് എല്ലാവരും അവരവർക്ക് തന്നിട്ടുള്ള ഭക്ഷണം, അന്നം ഭഗവാന് നിവേദിക്കണം എന്നാണ്. ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞാൽ 10,000 പേര് അടങ്ങുന്ന ആളുകൾക്ക് പോലും തൃപ്തിയാവാൻ അത് മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തിയുത സേവനത്തിൻ്റെ മാർഗം ഇതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം, 12ാമത്തെ ശ്ലോകം. യത്തേജസാദ ഭഗവാൻ യുധി ശൂലപാണിർവിസ്മാപിത സഗിരിജോസ്ത്രമദാ നിജം മേ അന്യേപിചാഹമമുനൈവ കളയബരേണ പ്രാപ്തോ മഹേന്ദ്രഭവനെ മഹദാസനാർത്ഥം. യൽ തേജസ അഥ ഭഗവാൻ യുധി ശൂലപാണി വിസ്മാപിത സ ഗിരിജ അസ്ത്രം അദാൽ നിജം മേ അന്യേ അപി ച അഹം അമുനാ ഏവ കളയവരേണ പ്രാപ്തഃ മഹേന്ദ്രഭവനെ മഹദ് ആസന അർത്ഥം. ഭഗവാന്റെ പ്രഭാവത്താലാണ് ഈ അർജുനൻ പറയുന്നു, എനിക്ക് മഹാദേവനെ ശിവഭഗവാനെയും അതേപോലെ പാർവതീദേവിയെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരായിട്ടുള്ള യുദ്ധത്തിൽ വിജയം വരിക്കാൻ സാധിച്ചത് എന്നാണ്, വിസ്മയിപ്പിക്കാൻ സാധിച്ചത് എന്നാണ്. അതായത് മഹാഭാരത യുദ്ധത്തിൻ്റെ ആരംഭിക്കുന്നതിന് മുമ്പേ മഹാദേവൻ്റെ അനുഗ്രഹത്തിനായിട്ട് അർജുനൻ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യാനായിട്ട്, അപ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശ്വരൻ്റെ ഭക്തനാണ്, സഖാവാണ് വന്നിരിക്കുന്നത്. ഇവിടെ അർജുനനെ പരീക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ കിരാതമൂർത്തിയായിട്ട് കാട്ടാളൻ്റെ വേഷം ധരിച്ചു. ദേവി കാട്ടാള സ്ത്രീയുടെ വേഷവും ധരിച്ചു. രണ്ടുപേരും കൂടി കാട്ടിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പന്നിയെ അമ്പ ചെയ്ത് കൊല്ലുകയാണ്. തൻ്റെ തൊട്ടടുത്ത് ഒരു പന്നി വന്ന് നിൽക്കുന്നു. അത് വാസ്തവത്തിൽ ആരാണ്? ഒരു അസുരനെ പന്നിയുടെ രൂപത്തിൽ അയച്ചതാണ്. ആര്? ദുര്യോധനാദികൾ. തപസ് കഴിഞ്ഞ് അർജുനൻ തിരിച്ചു വരരുത്, അങ്ങനെ തിരിച്ചു വന്നാലേ യുദ്ധം ചെയ്യുള്ളൂ. അർജുനനെ തപസ്സിൻ്റെ ഇടയ്ക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ള പന്നിയാണത് എന്നാണ്. അപ്പോൾ മഹാദേവൻ വന്നിട്ട് പെട്ടെന്ന് പന്നിയുടെ നേർക്ക് അമ്പ ചെയ്യാണ്. അർജുനൻ തൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന പന്നിയെ കണ്ട് അർജുനനും അമ്പ ചെയ്തു. രണ്ടുപേരുടെയും അമ്പുകൾ ഒന്നിച്ച് ഈ പന്നിയുടെ മേൽ വന്ന് തറച്ചു.
അപ്പോൾ ഈ പന്നി തൻ്റെ അമ്പാണ് ആദ്യം കൊണ്ടത്, അതുകൊണ്ട് തനിക്ക് അവകാശപ്പെട്ടതാണ്, തൻ കാരണമാണ് പന്നി ചത്തുപോയത്, അതുകൊണ്ട് തനിക്ക് അവകാശപ്പെട്ടത്. ഇത് രണ്ടുപേരും മഹാദേവനും അതേപോലെ അർജുനനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കലഹം ഉണ്ടായി എന്നാണ്. ആ കലഹത്തിൽ മഹാദേവനെ അത്ഭുതപ്പെടുത്തിയ തൻ്റെ യുദ്ധസാമർഥ്യം കൊണ്ട് അർജുനൻ, അതിൻ്റെ ഫലമായിട്ട് മഹാദേവൻ സ്വന്തം രൂപത്തെ കാണാനുള്ള അനുഗ്രഹം കൊടുത്തു. പാർവതീദേവിയും മഹാദേവനെയും ജഗതപിതരവും വന്ദേ പാർവതീ പരമേശ്വരം രണ്ടുപേരെയും ദർശിക്കാനുള്ള അനുഗ്രഹം കൊടുത്തു. അതുമാത്രമല്ല വളരെ സന്തോഷിച്ചുകൊണ്ട് പാശുപതാസ്ത്രം എന്നുള്ള അസ്ത്രം കൊടുത്തിട്ട് അനുഗ്രഹിച്ചു എന്നാണ്. അഗ്നിദേവൻ ഗാണ്ഡീവം എന്നുള്ള വില്ല് കൊടുത്തിട്ട് അനുഗ്രഹിച്ചു. മഹാദേവൻ ശിവഭഗവാൻ പാശുപതാസ്ത്രം കൊടുത്ത് അലങ്കരിച്ചു, ബഹുമാനിച്ചു, അനുഗ്രഹിച്ചു. അപ്പോൾ ഇത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ അർജുനനെ ഒരാൾക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെ അർജുനൻ ഓർക്കുന്നു അവിടെ. പിന്നെ എന്താണ്, അന്നേപചാഹം അമുനൈവ കളയവരേണ. സാധാരണ ഒരു വ്യക്തിക്ക് ഉപരിലോകങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ശരീരം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തിന്? ഈ ശരീരത്തോടു കൂടി തന്നെ സ്വർഗലോകത്തിലേക്ക് എത്താൻ സാധിച്ചു അർജുനന്. അതുമാത്രമല്ല, അവിടെ ദേവേന്ദ്രൻ്റെ തൊട്ടടുത്ത് സിംഹാസനത്തിലിരിക്കാൻ തൻ്റെ അർദ്ധാസനം എന്നാ പറയുക, മഹദാസനാർത്ഥം അർദ്ധാസനത്തിൽ ദേവേന്ദ്രൻ്റെ തൊട്ടടുത്തിരിക്കാനായിട്ട് ആ ഒരു പ്രഭാവത്തോടു കൂടി ഇരിക്കാനുള്ള നിയോഗം ഉണ്ടായി അർജുനന്. അർജുനൻ ഇതെല്ലാം ആരുടെ കരുണയാണ് അർജുനൻ ഓർക്കുന്നു. ഇതാണ് നമ്മൾക്ക് വന്നിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കഴിവുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നുള്ള ധാരണ നമ്മൾക്കുണ്ടാവണം. അർജുനൻ കാണിച്ചു തരുന്നു ഈ ഒരു അനുഗ്രഹം തനിക്കുണ്ടായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉറ്റമിത്രം എന്നുള്ള പേരിലാണ് ദേവേന്ദ്രൻ തന്നെ ബഹുമാനിച്ചത്. അർജുനൻ ഓർക്കുന്നു എന്നാണ്. ഇപ്പോൾ ശിവഭഗവാന്റെയോ അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഈശ്വരന്മാരുടെ പ്രീതി സമ്പാദിച്ചാൽ മറ്റൊരു ഈശ്വരൻ നമ്മളുടെ പ്രസാദിച്ചോളണം എന്നില്ല എന്നാണ് പറയണത്. കാരണം ഈ രാവണൻ ശിവഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്നു. കൈലാസത്തിൻ്റെ അമ്മാനാടിയിട്ടുള്ള ആളാണ്. തൻ്റെ കയ്യിനെ വീണയാക്കിക്കൊണ്ട് ആ സാമവേദം അത് ആ സംഗീതം പൊഴിച്ച് മഹാദേവനെ സന്തോഷിപ്പിച്ച ആളാണ്. സകല സ്വർണ്ണമയമായ ലങ്ക തൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞ് ലോകം മുഴുവൻ കിടുകിട വിറയ്ക്കുന്ന അത് എന്തെന്നില്ലാത്ത ഐശ്വര്യം, ഇതെല്ലാം രാവണനെ പോലെ ഒരാൾ ലോകത്തിലുണ്ടായിരുന്നില്ല എന്നാണ്. ഹനുമാൻ ആഞ്ജനേയ സ്വാമികൾ സീതാദേവിയെ തെരഞ്ഞ് ലങ്കയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് രാവണൻ്റെ ഒരു കിടപ്പ് മുറിയെക്കുറിച്ചിട്ട് വർണ്ണിക്കുന്നുണ്ട്. രാവണൻ കിടക്കുന്നത് ആ ഗംഭീരമായുള്ള 10 തല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും രാവണന് 10 തലയൊന്നും നമ്മൾ കാണില്ല. യുദ്ധത്തിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നതാണ്. എന്നാൽ ഈ രാവണൻ്റെ 10 തല ഒരു വ്യക്തിക്ക് ഒരു തല കൊണ്ട് ചിന്തിക്കാൻ സാധിക്കും. 10 ഇരട്ടി രാവണന് ചിന്തിക്കാൻ സാധിക്കും. 2 കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, വിശിഷ്ടനായ വ്യക്തിക്ക് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു 10 പേര് പ്രവർത്തിക്കുന്ന പോലെ ഒരു നിമിഷം തന്നെ ഈ രാവണന് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്രയും, അതായത് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഒന്നിച്ച് പഠിച്ചാലാണ് രാവണൻ. 4 വേദം 6 ശാസ്ത്രം എത്രയും 10 അല്ലേ, അത് 10 തല എന്ന് അതുകൊണ്ടാണ് പറയുന്നത് രാവണനെ എന്നാണ്. എല്ലാ യോഗ്യതകളും ഉണ്ട്. കാരണം വേദജ്ഞനാണ്, സാമവേദജ്ഞനാണ്, പിന്നെ വിശ്രവസൻ്റെ പുത്രനാണ്, എല്ലാം ഉണ്ട്. എന്നിട്ട് തെറ്റ് സംഭവിക്കാൻ കാരണം ശ്രീരാമനെ കൂടാതെ സീതാദേവി ആഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട്, ഭഗവാനെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രാവണന് മഹാദേവൻ പോലും അവസാനം രക്ഷ നൽകിയില്ല. രസകരമാണ് അതിൻ്റെ കഥ പറഞ്ഞാൽ നമുക്കൊരുപാട് വൈകും. അവസാനത്തെ അതും കൂടി തൻ്റെ മൂലബലം എന്ന് പറയും, സൈന്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് നികുംഭിലയിൽ ചെന്നിട്ട് രാവണൻ ഇരുന്നു കൊണ്ട് ഹോമം ചെയ്യുന്ന സമയത്ത് മഹാദേവനെ വിളിച്ച് കരയാണ് രാവണൻ. പാർവതീദേവി ചോദിച്ചു, പ്രിയപ്പെട്ട ഭക്തനല്ലേ വിളിച്ച് കരയണത്, പോവണില്ലേ? അതാ കൈലാസത്തിലെത്തിയ രാവണൻ്റെ കരച്ചിൽ, അഭയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കരച്ചിൽ, ശരണാഗതി, ആ ശബ്ദങ്ങൾ. മഹാദേവൻ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്, ആ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷേ എന്താണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മഹാദേവൻ പറയണു. കാരണം എന്താണ്, എൻ്റെ ഈശ്വരനായിട്ടുള്ള ഭഗവാൻ
ശ്രീരാമചന്ദ്രസ്വാമി. രാമചന്ദ്രസ്വാമിയുടെ ഭഗ്നിയാണ് അപഹരിച്ചു കൊണ്ടുപോയത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ആം ഹെൽപ്ലെസ് എന്നാണ് പറയണത്. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ മറ്റുള്ള ഈശ്വരന്മാർ പ്രസാദിച്ചാൽ ഭഗവാൻ പ്രസാദിച്ചോളണമെന്നില്ല. എന്നാൽ ഭഗവാൻ പ്രസാദിച്ചാലോ മറ്റുള്ള എല്ലാ ഈശ്വരന്മാരും പ്രസാദിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അർജുനന് അവിടെ ഈ ശരീരത്തോടു കൂടി തന്നെ സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചതും ഇതും ദേവന്മാരെല്ലാവരും ബഹുമാനിച്ചതും ഭഗവാന്റെ പ്രഭാവം കൊണ്ടാണ് എന്ന് അർജുനൻ വിശ്വസിക്കുന്നു എന്നാണ്. 13ാമത്തെ ശ്ലോകം. തത്തൈവ മേ വിഹരതോ ഭുജദണ്ഡയുഗ്മം ഗാണ്ഡീവലക്ഷണമരാതിവധായ ദേവാഃ സേന്ദ്രാശ്രിതാ യദനുഭാവിതമാജമേഢ തേനാഹമദ്യമുഷിത പുരുഷേണ ഭൂമ്നാം. തത്ര ഏവ മേ വിഹരതഃ ഭുജദണ്ഡയുഗ്മം ഗാണ്ഡീവലക്ഷണം അരാതിവധായ ദേവാഃ സ ഇന്ദ്രാഃ ശ്രിതാ യദ് അനുഭാവിതം ആജമേഢ തേന അഹം അദ്യ മുഷിതഃ പുരുഷേണ ഭൂമ്ന. അതായത് സ്വർഗ്ഗലോകത്തിൽ പോയി കുറച്ച് ദിവസം അർജുനൻ സ്വർഗത്തിൽ താമസിച്ചു എന്നാണ് പറയണത്. ആ സമയത്ത് ഇവിടെ നിവാത കവചൻ മുതലായിട്ടുള്ള അസുരൻ, അതേ ഒരു ഗ്രൂപ്പാണ് നിവാത കവചന്മാർ എന്നാണ് പറയുക. അങ്ങനെ കുറച്ച് അസുരന്മാരാണ്. ഇവർ സ്വർഗത്തിനെ ആക്രമിച്ചു. ആ സമയത്ത് ഈ ദേവന്മാരും ദേവേന്ദ്രനടക്കം അർജുനനെ ആശ്രയിച്ചു. അർജുനനെ വന്ന് പറയുകയാണ്, ശരണം പ്രാപിക്കുകയാണ്. അതെ, ആ അസുരന്മാരെ കൊന്നിട്ട് ഞങ്ങൾക്ക് സ്വർഗത്തിന് രക്ഷിച്ചു തരണേ എന്നുള്ളത്. അപ്പോൾ തൻ്റെ ആ കയ്യിൽ ഗാണ്ഡീവം എന്നുള്ള വില്ലും പാശുപതം എന്നുള്ള അസ്ത്രവും കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഭഗവാന്റെ കൂട്ടുകാരൻ എന്നുള്ള ഒരു പദവിയും തനിക്കുണ്ട്. അതുകൊണ്ടാണ് ദേവന്മാർ എല്ലാവരും ദേവേന്ദ്രനടക്കം എന്നെ ശരണം പ്രാപിച്ചത്. നിവാതകവചന്മാരെ വധിക്കാനും ആ സ്വർഗത്തെ രക്ഷിക്കാനും വിജയം വരിക്കാനും സാധിച്ചത് ഭഗവാന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്നിതാ ആ ഭഗവാൻ ഭഗവാനിൽ നിന്നും ഞാൻ വേർപെട്ടിരിക്കുന്നു എന്നാണ്. ഭഗവാന് ഈ നിമിഷം എന്നിൽ നിന്നും അപഹരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അർജുനൻ പൊട്ടിക്കരയാണെന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ നമ്മൾക്ക് തരുന്ന ആ അനുഗ്രഹങ്ങൾക്ക് ഒരു പരിധിയില്ലാതെ അനുഗ്രഹിക്കും. എന്നാൽ ഭഗവാൻ ആ ശക്തി നമ്മളിൽ നിന്ന് പിൻവലിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾക്ക് ശക്തി, അതായത് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് തന്നെ നമ്മൾ ശക്തിഹീനന്മാരായി മാറുകയും ചെയ്യും എന്നാണ്. ഭഗവാൻ ചില ഉദ്ദേശങ്ങളെ കൊണ്ടാണ് നമ്മൾക്ക് ഈ ശക്തി തരുന്നത്, കഴിവുകൾ തരുന്നത്. ആ കഴിവുകൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷമാണോ ഭഗവാന് ഈ ശക്തികൾ നമ്മൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നത്, കഴിവുകൾ ആവശ്യമില്ലാന്ന് തോന്നുന്നത്, ആ സമയത്ത് ഭഗവാൻ അതിനെ പിൻവലിക്കും. ശക്തി കൊടുക്കാനും പിൻവലിക്കാനും ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും എന്നാണ്. സർവശക്തനാണ് ഭഗവാൻ. ഭഗവാൻ വിചാരിച്ചാൽ എന്തും സാധിക്കും എന്നാണ്. അടുത്ത ശ്ലോകം 14ാമത്തെ. യദ്ബാന്ധവ കുരുബലാബ്ധിമനന്തപാരമേകോരഥേന തതരേഹമതാര്യ സത്വം വ്യക്താഹൃതം ബഹുതരം ച പയാ പരേഷാം തേജാസ്പദം മണിമയം ച ഹൃദം ശിരോഭ്യാം. യദ്ബാന്ധവ കുരുബലാബ്ധിമനന്തപാരമേകോരഥേന തതരേഹമതാര്യ സത്വം. കൗരവന്മാരുടെ സേനാബലം സാഗരം പോലെ, കടൽ പോലെയായിരുന്നു. അതിനെ ആർക്കും വെല്ലാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതിനെ ഒരാൾക്കും അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല, വിജയിക്കാൻ സാധിക്കില്ല. ഭഗവാൻ പാർത്ഥസാരഥിയായി ഇരുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചത് എന്നാണ്. അപ്പോൾ മറ്റൊരു സംഭവം അർജുനൻ ഓർക്കുന്നു. അതായത് പാണ്ഡവന്മാർ 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസത്തിനായി വിരാട രാജാവിൻ്റെ രാജ്യത്തിൽ അർജുനനും പാണ്ഡവന്മാർ കഴിയുന്ന സമയത്ത് ഇവിടെ ചാരന്മാർ മുഖേന
കൗരവന്മാർക്ക് ദുര്യോധനന് മനസ്സിലാവാണ് പാണ്ഡവന്മാർ ഇവിടെ വേഷപ്രച്ഛന്നരായിട്ട് വിരാട രാജ്യത്തുണ്ട് എന്നുള്ളത്. പ്രത്യേകം ഒരു പ്ലാനൊക്കെ അവിടെ ഉണ്ടാക്കുകയാണ് അവർ. അതായത് അവിടുത്തെ അനേകം പശുക്കളുണ്ട് അവിടെ. പശുക്കളെ മുഴുവൻ മോഷ്ടിച്ച് കൊണ്ടുപോവുക, എന്നാൽ പിന്നെ വിരാട രാജാവിനെ പിടിച്ച് കെട്ടുക, പിന്നെ പശുക്കളെ മോഷ്ടിച്ച് കൊണ്ടുപോകാമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ വിരാട രാജാവിനെ പിടിച്ച് കെട്ടിയിട്ട് ബന്ദിയാക്കിയിട്ട് സകല പശുക്കളെയും മോഷ്ടിച്ച് കൊണ്ടുപോവാണ്. എന്ത് വേണമെന്നറിയാതെ വിരാട രാജാവ് വിഷമിച്ചു. ആ സമയത്ത് ഉത്തരൻ, അതായത് വിരാട രാജാവൻ മകൻ പറയുന്നു, ഞാൻ പോയിട്ട് യുദ്ധം ചെയ്യാം, യുദ്ധം ചെയ്തിട്ട് ഞാൻ ഏത് കർണനാണെങ്കിലും ഏത് ദുര്യോധനെയോ അല്ലെങ്കിൽ ഭീഷ്മരെയൊക്കെ ഞാൻ തോൽപ്പിക്കും, വീരവാദം പറയാണ് വിരാട രാജാവിൻ്റെ പുത്രൻ ഉത്തരൻ. അപ്പോൾ ഇദ്ദേഹം യുദ്ധത്തിനായിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് എനിക്ക് സാരഥി ഉണ്ടെങ്കിൽ തർക്കമില്ല. അപ്പോൾ അർജുനൻ അവിടെ ഒരു ബൃഹന്നള എന്നുള്ള പേരിൽ അവിടെ ഒരു സ്ത്രീയും പുരുഷനും അല്ലാത്തൊരവസ്ഥയിൽ അർജുനൻ അവിടെ ഉണ്ട്. നമ്മൾ ഹിജട എന്ന് പറയും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. അർജുനൻ അവിടെ ഉണ്ട്. ഒരു സാരഥി ഉണ്ടായാൽ തർക്കമില്ല എന്ന് പറയാണ്. ദ്രൗപദി നേരെ പോയിട്ട് പറയുന്നു, അത് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോവൂ, ഇല്ലെങ്കിൽ പരാജയപ്പെടും ഇദ്ദേഹം, നമ്മൾക്ക് അഭയം തന്നത് അവരല്ലേ. ആ ദ്രൗപദിയുടെ നിർദ്ദേശപ്രകാരമാണ് അർജുനൻ പറഞ്ഞു, എനിക്ക് തേര് ഓടിക്കാനറിയാം, എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. തേരാളുണ്ടെങ്കിൽ ഞാൻ തേർ ഓടിച്ചോളാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ആ യുദ്ധത്തിന് തയ്യാറായിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് ചില അവിടുത്തെ ഒരുപാട് സ്ത്രീകളുണ്ട്, രാജകന്യകമാരൊക്കെ പറഞ്ഞു, എനിക്ക് ആ രാജാവിൻ്റെ കിരീടം വേണം, ഈ രാജാവിൻ്റെ കയ്യിലുള്ള മോതിരം വേണം, രാജാവിൻ്റെ കഴുത്തിലുള്ള ആഭരണം വേണം, കൗരവന്മാർ ഓരോരുത്തരും പ്രധാനപ്പെട്ടവരുടെ ആഭരണമൊക്കെ വേണമെന്നാണ് പറയുന്നത്. ഇതെല്ലാം കേട്ടു അർജുനൻ. ഉത്തരൻ പറഞ്ഞു, ഞാൻ പോയിട്ട് ഞാൻ യുദ്ധം ചെയ്യാമെന്ന് പറയാണ്. എന്തിന് പറയണോ? ഇവിടെ കൗരവന്മാരുടെ ആ പട കണ്ടപ്പോഴേക്ക് തന്നെ ഇദ്ദേഹത്തിന് വിറയ്ക്കാൻ തുടങ്ങി. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യേണ്ട, ഞാൻ തിരിഞ്ഞു പോവുകയാണെന്ന് പറയുന്നു. അർജുനൻ പറഞ്ഞു, അതെ, യുദ്ധം ചെയ്യണം, അവിടെ ഇരുന്നാൽ മതി, യുദ്ധക്കളത്തിൽ അവിടെ ആ തേരിലിരുന്നാൽ മതി, എല്ലാം ഞാൻ ആയിക്കൊള്ളാം എന്ന് പറയുകയാണ്. എന്തിന്? ആയുധങ്ങൾ എവിടെയോ മരത്തിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ആയുധങ്ങളൊക്കെ കയ്യിലെടുത്തു അർജുനൻ. എന്നിട്ട് പറഞ്ഞു, അതെ, കണ്ട സംഭവങ്ങളൊന്നും ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ പടച്ചട്ട അണിഞ്ഞു. എന്നിട്ട് തേര് ഓടിക്കലും യുദ്ധം ചെയ്യലും എങ്ങനെ രണ്ടും കൂടി ചെയ്യുക? ഇതൊക്കെ ഭഗവാൻ കൊടുത്തിട്ടുള്ള കഴിവാണ് അർജുനന്. എല്ലാവരെയും തോൽപ്പിച്ചു. ഒരു സമ്മോഹനാസ്ത്രം എഴുതിട്ട് എല്ലാവരെയും അർജുനൻ ബോധം കെടുത്തി. കൊന്നില്ല ആരെയും എന്നാണ്, കൊല്ലേണ്ട കാര്യമില്ല അവരെ, എല്ലാവരെയും അവിടെ ബോധം കെടുത്തി. എന്നിട്ട് എന്തൊക്കെയാണോ ഉത്തരനോട് ഈ സ്ത്രീകൾ ആവശ്യപ്പെട്ടത് അതെല്ലാം എടുത്ത് ഭാണ്ഡാക്കിയെടുത്താ കൊണ്ടുപോയി കൊടുത്തോളൂ. അർജുനൻ തൻ്റെ പടച്ചട്ടയൊക്കെ അതൊക്കെ അഴിച്ച് വെച്ചതൊക്കെ ഭാണ്ഡത്തിലാക്കി കെട്ടി പഴയ പോലെ തന്നെ മരത്തിൻ്റെ മുകളിൽ വെച്ചു. താൻ ബൃഹന്നള തേരോടിക്കുന്നയാൾ ആ ഉത്തരനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകും. അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കുന്നത്. അർജുനൻ ഓർക്കണു, തനിക്ക് എങ്ങനെയാണ് ഈ ഭീഷ്മരെയും ദ്രോണരെയൊക്കെ തോൽപ്പിക്കാൻ സാധിച്ചത്. ഇതെല്ലാം ഭഗവാന്റെ കരുണയല്ലേ? അർജുനൻ ഓർക്കുന്നു. ഇന്നിതാ ആ ഭഗവാൻ നമ്മെ വിട്ടുപോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് സാധിച്ചത് അർജുനൻ ഇവിടെ അത് ഓർത്തുകൊണ്ട് വിലപിക്കുന്നു അർജുനൻ. 15-ാമത്തെ ശ്ലോകം. യോ ഭീഷ്മകർണഗുരുശല്യജമോഷു അദഭ്രരാജന്യവര്യരഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരോ മമ വിഭോരഥയോധവാനാം ആയുർമനാംസി ദൃശാ സഹ ഓജ ആർച്ചൽ. യോ ഭീഷ്മകർണഗുരുശല്യജമോഷു അദഭ്രരാജന്യവര്യരഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരോ മമ വിഭോരഥയോധവാനാം ആയുർമനാംസി ദൃശാ സഹ ഓജ ആർച്ചൽ. യഹ ഭീഷ്മകർണഗുരുശല്യചമൂഷു അദഭ്രരാജന്യവര്യരഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരഃ മമ വിഭോ രഥയൂഥപാനാം ആയുഃ മനാംസി ച ദൃശാ സഹ ഓജ ആർച്ചൽ. അതായത് ഭീഷ്മർ, കർണൻ, ദ്രോണർ, ശല്യർ തുടങ്ങിയവരാൽ നയിക്കപ്പെട്ട കൗരവന്മാരുടെ സൈന്യം
അതിന് അർജുനൻ ഭഗവാനോട് പറയുന്നു, സൈന്യത്തിൻ്റെ മധ്യത്തിൽ തേര് കൊണ്ടുപോയി നിർത്തൂ, യുദ്ധത്തിന് ആരൊക്കെയാണ് വന്നത് ഞാൻ കാണട്ടെ എന്ന് ഭഗവാനോട് അർജുനൻ പറയുന്നു. പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാൻ ഇതന്നെ തനിക്ക് ജോലി എന്നുള്ള ഭാവത്തിലാണ് അത്രേ ഭഗവാൻ വളരെ പെട്ടെന്ന് ഭഗവാൻ ആ തേര് വായുവേഗത്തിൽ ഓടിച്ച് സമർത്ഥനായ ഒരു തേരാളി തേര് നിർത്തുന്നത് പോലെ സൈന്യങ്ങളുടെ നടുക്ക് കൊണ്ട് തേര് നിർത്തി. എന്നിട്ടോ ആയൊരു മനാസിത ദൃശാസഹോജാർച്ചൽ അവരെ ഭഗവാൻ തൻ്റെ കണ്ണുകൊണ്ട് ഓരോരുത്തരെയും ഭഗവാൻ കാണിച്ചു കൊടുക്കാണ്ട് കണ്ണുകൊണ്ട് ഇത് ഭീഷ്മരാണ്, ഇത് ദ്രോണരാണ്, ഇത് ശല്യരാണ്, ഇത് കർണനാണെന്ന് ഇങ്ങനെ ഭഗവാൻ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ ആയുസ്, മനസ്സ്, ഓജസ്, ശക്തി എല്ലാം ഭഗവാൻ അപഹരിച്ചെടുത്തു. അതുകൊണ്ടാണ് എനിക്ക് യുദ്ധത്തിൽ ജയിക്കാൻ സാധിച്ചത്. കാരണം ഭഗവാൻ മയാ നിഹത പൂർവമേവ നിമിത്തം മാത്രം ഭവസവ്യസാജൻ എല്ലാം ഞാൻ ഇവരെയൊക്കെ കൊന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും വലിയ യോദ്ധാവ് ആരാണ് വാസ്തവത്തിൽ? ഭീമസേനനോ അല്ലെങ്കിൽ അർജുനനോ അല്ലെങ്കിൽ കർണനോ ഇവരൊന്നുമല്ല യോദ്ധാവ്. യോദ്ധാവ് ആരാ? ഭഗവാനാണ്. ഏറ്റവും വലിയ യോദ്ധാവ് ഭഗവാനാണ്. മഹാഭാരത യുദ്ധത്തിലെ ഒന്നാമത്തെ യോദ്ധാവ് ഭഗവാനാണ്. ഭഗവാനില്ലേ, ഭഗവാൻ ഇവരെ ആയുസ്സൊക്കെ അപഹരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് പാണ്ഡവന്മാർക്ക് ജയിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ അർജുനൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ഭക്തനായതുകൊണ്ട് അർജുനന് യാതൊരു പ്രശ്നവും വരാതെ ഭഗവാൻ മഹാഭാരത യുദ്ധം വിജയിപ്പിച്ചു. ഇതും അർജുനൻ ഓർക്കുന്നു. ഇനി 16ാമത്തെ ശ്ലോകം. യദ്ദോഷുമാ പ്രണിഹതം ഗുരു ഭീഷ്മകർണനൃത്രികർത്തശലസൈന്ധവ ബാല്ഹികാദ്യൈ അസ്ത്രാണ്യമോഘമഹിമാനി നിരൂപിതാനി നോപസ്പൃശു നിർഹരിദാസമിവാസുരാണി. യദ് ദോഷു മാം പ്രണിഹതം ഗുരു ഭീഷ്മ കർണ നൃത്രികർത്ത ശലസൈന്ധവ ബാല്ഹികാദ്യൈ അസ്ത്രാണി അമോഘമഹിമാനി നിരൂപിതാനി ന പസ്പൃശു നൃഹരിദാസം ഇവ അസുരാണി. അതായത് ഭഗവാന്റെ കരവലയത്തിൽ സംരക്ഷണത്തിലായിരുന്നു താൻ. അതുകൊണ്ടാണ് ഭീഷ്മര്, ദ്രോണര്, കർണൻ, ഭൂരിശ്രവസ്, സുശർമാൻ, ശല്യൻ, ജയദ്രഥൻ, ബാൽഹികൻ ഇവരൊക്കെ ആർക്കും തടുത്തു വയ്ക്കാൻ സാധിക്കാത്ത അസ്ത്രങ്ങൾ അർജുനൻ പാണ്ഡവന്മാരുടെ നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. നാരായണാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്, നാഗാസ്ത്രം വന്നിട്ടുണ്ട്, പിന്നെ കർണൻ വേല് അയച്ചിട്ടുണ്ട്, പിന്നെ ആഗ്നേയാസ്ത്രം അയച്ചിട്ടുണ്ട്. ആഗ്നേയാസ്ത്രത്തിലൊക്കെ ശരിക്കും തേര് ഭസ്മമായി മാറിയതാണ്. പിന്നെ നാഗാസ്ത്രം വരുമ്പോഴോ ഭഗവാൻ ഭൂമിയിലേക്ക് തേര് താഴ്ത്തി എന്നിട്ട് അർജുനൻ്റെ കിരീടം തെറിപ്പിച്ചിട്ടത് പോയി എന്നാണ്. ഇങ്ങനെ നാരായണാസ്ത്രം വരുമ്പോഴോ ഭഗവാൻ വക്ഷസ്യാദത്ത ഭഗവാൻ തൻ്റെ ഹൃദയത്തിലേക്ക് അതിനെ സ്വീകരിച്ചു, മരണത്തിലേക്ക് സ്വീകരിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു തലമുടിയെ പോലും സ്പർശിക്കാൻ, അർജുനൻ്റെ തലമുടിയെ പോലും സ്പർശിക്കാൻ അസ്ത്രങ്ങൾക്ക് സാധിച്ചില്ല. കാരണം എന്താ? ഭഗവാന്റെ കൈകൾക്കുള്ളിലായിരുന്നു അർജുനൻ. ഇതേപോലെ നമ്മൾക്കും ഭഗവാന്റെ കരവലയത്തിൻ്റെ ഉള്ളിലാവേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ സംരക്ഷണത്തിൻ്റെ ഉള്ളിലാവേണ്ടതായിട്ടുണ്ട് നമ്മൾക്ക്. അങ്ങനെ വന്ന് എങ്ങനെയാണ് ഭഗവാന്റെ സംരക്ഷണത്തിലാവുക? ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. അങ്ങനെ ആവുമ്പം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രം ജപിക്കാൻ സാധിക്കുക, സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക, ഗുരുവായൂരപ്പനെ കാണുക, ക്ഷേത്ര ദർശനം സാധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും രക്ഷയുണ്ട്. ഭഗവാന്റെ കരവലയത്തിനുള്ളിലായിരിക്കും നമ്മൾ എന്നാണ്. നമ്മൾ ഇന്ന് ഇവിടെ നിർത്തുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ.